വേണ്ട, നീ വാ. ഇന്ന് ചേച്ചിക്ക് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ. വാടാ. എന്നാ ഞാൻ വരാം. വേണു, എന്താ ചേച്ചി? ഈ കഥ പടയ്ക്ക്. ഈ എണ്ണ ഒന്ന് കാലെ പുരട്ടിത്ത. ഡാൻസിന് പോയപ്പോഴേ എന്റെ കാലുളുക്കി. ഇതാ. എണ്ണ തടവി തരാൻ ഇവിടെ ജോലിക്കാരികളില്ലേ? അങ്കിൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. ശരി, നീ ഇന്നൊരു ഭാര്യയാണ്. നല്ലൊരു ജീവിതം തകർക്കരുത്. അങ്കിൾ, അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. I can't help it, uncle. Can't help it. ഹലോ, മുരളിയാണോ? അതെ. രതി എവിടെ? വിളിക്കൂ. വിളിക്കാം. രതി, രതി, അമ്മ. ഹലോ, ആര്? രതിയാണോ? അതെ. രതി, രാജൻ വന്നിട്ടുണ്ട്. നീ ഇന്ന് തന്നെ പുറത്തു വരണം. രാജൻ അറിയാതെയാണ് ഞാൻ ഫോൺ ചെയ്യുന്നത്. രാജൻ വീട്ടിൽ വന്നിട്ടുണ്ട്. പുറപ്പെട്ടു. ഞങ്ങൾ ഇന്ന് തന്നെ പുറപ്പെടാം. ശരി. സാർ, ചായ. ഇതൊന്നും പൊട്ടിച്ചു പോലും നോക്കിയിട്ടില്ലല്ലോ. സ്നേഹമുള്ളവർക്ക് പൊട്ടിച്ചു നോക്കണോ വിവരമറിയാൻ? ഹലോ, സുഖം തന്നെ? പരമസുഖം. ഒരു കത്തിന് പോലും മറുപടി കണ്ടില്ല. മറുപടി അയച്ചില്ല. ഒരെഴുത്തെങ്കിലും വായിച്ചു നോക്കാമായിരുന്നു. ഞാൻ തിരക്കിലായിരുന്നു. എന്നെ ഉണർത്തരുത്. നിന്റെ ഇഷ്ടത്തിനൊന്നും ഞാൻ എതിരല്ല. എനിക്ക് നിന്നെ കാണുമ്പോ ഒരുതരം ഭ്രാന്താണ്. ഒരു രാത്രി മുഴുവൻ ആ ഭ്രാന്ത് നിലനിർത്താൻ കഴിയുമോ? Come on, night is getting cold. You are getting old. എന്നാലും രതി, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. മുരളിയുടെ ഈ വരവും പോക്കും ശ്രീമാൻ രാജശേഖരൻ നായർക്ക് പിടിച്ചില്ലായിരിക്കും. അതെ, പിടിച്ചില്ലെങ്കിലേ എനിക്കൊരു ചുക്കുമില്ല. എനിക്കുണ്ട്. മുരളി മേലാൽ ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞാലോ? എനിക്കൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കാണണമെന്ന് നിർബന്ധമില്ല. ഇവിടെ വെച്ച് കാണുന്നത് അമ്മയ്ക്ക് അസൗകര്യമാണെങ്കിൽ പുറത്തെവിടെയെങ്കിലും പോയി കണ്ടോളാം. കതിരിന്മേൽ വളം വെച്ചിട്ട് പ്രയോജനമില്ല ചേച്ചി. ശരിയാണ്.
ഒന്നല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് തലയിൽ കെട്ടിവെച്ചു. ഓരോ തെറ്റ് ചെയ്യുമ്പോഴും ഞാൻ കണ്ണടച്ചു. കല്യാണം കഴിച്ചാലെങ്കിലും ഇവളുടെ പ്രകൃതത്തിനൊരു മാറ്റം വരുന്നു വിചാരിച്ച ഞാനാണ് മടേ. അത്രയ്ക്ക് തെറ്റ് പറയാൻ ഞാൻ എന്ത് പാവമാണ് ചെയ്തത്? രതി, തെറ്റ് ചെയ്യാത്തവരാരുമില്ല. പക്ഷേ തെറ്റ് ചെയ്യുന്നൊരാൾ തുനിഞ്ഞാൽ അതൊരു തരം രോഗമാണ്. രോഗികളെ ചികിത്സിച്ചാൽ ഭേദമാകും. പിന്നെ ചികിത്സിച്ചിട്ടും പ്രയോജനമില്ല. രോഗമായാലും ശരി, ഇതെന്റെ പ്രകൃതമായാലും ശരി, എന്റെ ജീവിതം ഇങ്ങനെ തന്നെ. ഇത്രത്തോളം അല്ലെങ്കിലും ഇതുപോലൊക്കെ തോന്നിയവളാണ് മോളെ ഞാനും ഒരു കാലത്ത്. പക്ഷേ നീ വളർന്നു തുടങ്ങിയപ്പോൾ എനിക്ക് തന്നെ എന്നെ ഭയമായി. നിനക്കും അതുപോലെ ഒരു ദിവസം നല്ല ബുദ്ധി തോന്നും. അന്നേ ഇന്ന് ഈ അമ്മ അനുഭവിക്കുന്ന വേദന നീ മനസ്സിലാക്കും. രതി, ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടത് അടക്കമാണ്, നിയന്ത്രണമാണ്. സുഖങ്ങൾ വേണ്ട എന്ന് വെക്കുന്നതിലാണ് ജീവിതത്തിന്റെ ധന്യത. അല്ലാതെ കയ്യിലെത്തുന്നതെല്ലാം വാരി കുടിക്കുന്നതിലല്ല. നീ ഇന്നൊരു കളിക്കുട്ടിയല്ല, ഒരു സ്ത്രീയാണ്, ഒരു ഭാര്യയാണ്. ഭാര്യയായാലും ആരായാലും ഞാൻ എന്നും ഒരു സ്ത്രീ മാത്രമായിരിക്കും. സാധിക്കില്ല. നീ തിരുത്തേണ്ട കാലം എന്നോ കഴിഞ്ഞു. ഇനിയും വൈകിയാൽ നീ ആപത്തുകളിലേക്കായിരിക്കും ചെന്ന് പെടുക. നില ഉണ്ടെന്ന് കരുതി വെളുക്കോളം മോഷ്ടിക്കരുത്. ഒരു നിലവും വേണ്ടെന്ന് വെക്കാൻ എനിക്കറിയാം. രവി ഒരു രോഗിയാണെന്നാണ് എന്റെ ബലമായ സംശയം. അല്ലാതെ ഇത്രയും തെറ്റുകൾ ആരും മനഃപൂർവ്വം ചെയ്യുകയില്ല. കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കൾ പകവീട്ടാൻ സന്താനങ്ങളായി വന്ന് പിറക്കുന്നു ആരോ പറഞ്ഞിട്ട്. എത്ര ശരിയാണ്. എന്റെ ദുർവിധി ഇവളുടെ രൂപത്തിലാണ് ഒന്ന് ജനിച്ചത്. ഇവൾക്കൊരു പശ്ചാത്താപം പോലും ഇല്ലല്ലോ. ശരിക്കിവൾ ഒരു നിംഫോമാനിയെ കാണും. നീ അങ്ങനെ പറയരുത് മോളെ. എന്തായാലും രാജശേഖരന്റെ ഭർത്താവല്ലേ. അയാൾ വിളിക്കുന്നിടത്ത് നീ കൂടെ പോകണം. അതിന്റെ കടമയാണ്. എനിക്ക് മനസ്സില്ലെങ്കിലോ? ഭർത്താവ് പോലും ഭർത്താവ്. നിനക്ക് മനസ്സില്ലെങ്കിലും എന്തെങ്കിലും ഒഴിവൊഴിവ് പറഞ്ഞ് സമാധാനിപ്പിക്കാനാണ് നോക്കേണ്ടത്. എനിക്ക് ആരെയും സമാധാനിപ്പിക്കാൻ ഇഷ്ടമല്ല. എനിക്ക് മനസ്സില്ല, അത്ര തന്നെ. അതാണ് രാജശേഖരനും പിടിവാശിയിൽ നിൽക്കുന്നത്. നിന്നെയും കൊണ്ടേ ബാംഗ്ലൂരിലേക്ക് പോകുന്നു. മതി, അത് മതി. എന്നോട് വാശി പിടിച്ച് ആരും ജയിച്ചു കളയാമെന്ന് വിചാരിക്കണ്ട. എനിക്ക് പറയാനേ ഒക്കൂ. ജീവിക്കേണ്ടത് നീയാണ്, അത് ഓർമ്മ വേണം. എല്ലാവരും അത് ഓർത്താൻ നന്ന്. ജീവിക്കേണ്ടത് ഞാനാണെന്ന്. എന്റെ ജീവിതം എനിക്കിഷ്ടമുള്ള ജീവിതം. രവി, രാജശേഖരനെ ഞാനും സമാധാനിപ്പിച്ചിട്ടുണ്ട്. രാജശേഖരൻ എന്തു പറഞ്ഞു? ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടുപേരും കൂടെ താമസിക്കാൻ ഒരു നല്ല വീടെടുത്ത് തയ്യാറാക്കിയിട്ടുണ്ടോ എന്ന്. അത് ചോദിച്ചപ്പോ അയാൾക്ക് ഉത്തരം മുട്ടിപ്പോയി. അവിടെ വെച്ച് ഞാൻ പിടിപിടിച്ചു. നന്നായി. ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുക്കുന്നുണ്ടോ? അമ്മ എന്നെയാണ് ഉദ്ദേശിച്ച് പറഞ്ഞതെങ്കിൽ മതി. ഇനി ഒന്നും രണ്ടും പറഞ്ഞ് നീ സംഗതി വഷളാക്കണ്ട. രാജശേഖരൻ സമ്മതിച്ചിരിക്കുകയാണ് ഇത്തവണ നീ കൂടെ ചെല്ലാൻ നിർബന്ധിക്കില്ലെന്ന്. വലിയ ഒരു ത്യാഗം തന്നെ. പിന്നെ അടുത്ത പ്രാവശ്യം വീടൊക്കെ ഏർപ്പാട് ചെയ്തിട്ടേ വരൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, വരട്ടെ. മോളെ, വഴക്കിനൊന്നും നിൽക്കാതെ കുറച്ച് മയത്തിലൊക്കെ പെരുമാറും. ഏതായാലും ലീവ് കഴിഞ്ഞ് അയാൾ ദൂരസ്ഥലത്തേക്ക് പോവുമല്ലേ. രതി, എന്താ? എന്തു പറ്റി? വേണ്ട, എനിക്കിത് വേണ്ട. എനിക്കിത് പറ്റില്ല. എന്താ നിനക്ക് വേണ്ടാത്തത്? എന്താണെന്ന് പറയൂ. ആ നശിച്ച ഡോക്ടർ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ ഗർഭിണിയാണെന്ന്. ഇത്രയേ ഉള്ളോ? നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഗർഭം കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾക്ക് സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യമല്ലേ? ഓ, വലിയ തമാശ പറഞ്ഞു എന്നായിരിക്കും ഭാവം. നിങ്ങൾക്ക് സാരമില്ലായിരിക്കും, എനിക്കങ്ങനെയല്ല. എനിക്കും ഇത് സാരമുള്ള കാര്യം തന്നെയാണ്. ഞാനൊരു അച്ഛനാകാൻ പോവല്ലേ. അത് നിസ്സാര കാര്യമൊന്നും അല്ലല്ലോ. ശരിയാണ്, എല്ലാ പുരുഷന്മാരും ഇങ്ങനെയാണ്. അച്ഛനാവാന്ന് വെച്ചാൽ അവനവന്റെ പുരുഷത്വം സ്ഥാപിക്കുകയാണ്. വലിയ ഗമയും മിടുക്കുമാണ്. പിന്നെ ശരിയാണ്, അല്പം ഗമ എനിക്ക് ഇപ്പോഴേ തോന്നുന്നുണ്ട്. നിങ്ങളുടെ ഗമയ്ക്ക് വേണ്ടി ഞാൻ ഈ നാശം സഹിക്കാൻ തയ്യാറല്ലെന്നാണ് പറഞ്ഞത്. ഞാനിത് ഇല്ലാതാക്കും. രതി, എന്ത് ഭ്രാന്താ നീ പറയുന്നത്? ഭ്രാന്ത് പറയുന്നത് നിങ്ങളാണ്. ഒരു പ്രസവം കഴിഞ്ഞാൽ ഞാൻ കിഴവിയായി പോകും. എന്റെ യുവത്വവും സൗന്ദര്യം നശിച്ചു പോകും. പിന്നെ എന്നെ കാണാൻ, എന്റെ നൃത്തം കാണാൻ ആരുണ്ടാവും? നിന്നെ കാണാൻ ഞാനുണ്ടായാ പോരെ? പോരാ. എന്റെ ആരാധകർ എന്നിൽ നിന്ന് അകലുന്നത് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. എന്റെ കലയും കലാജീവിതവും നശിപ്പിക്കാനാണ് നിങ്ങൾ പ്ലാൻ ഇട്ടിരിക്കുന്നത്.
എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ കലാജീവിതം അവസാനിക്കില്ലേ? എന്നെങ്കിലും ഒരു കാലത്ത് നിന്റെ ആരാധകർ മറ്റൊരു കലാകാരിയെ അന്വേഷിച്ചു പോവില്ലേ? അന്നും നിനക്ക് ഞാനും നമ്മുടെ കുട്ടികളും നമ്മുടെ കുടുംബവും മാത്രമേ കാണൂ. നീ എന്താ അത് ആലോചിക്കാത്തത്? എനിക്ക് അങ്ങനെ ഒന്നും ആലോചിക്കാൻ മനസ്സില്ല. അങ്ങനെ ആർക്കും വേണ്ടാതെ വരുന്ന കാലത്ത് ഞാൻ ആത്മഹത്യ ചെയ്യും. അല്ലാതെ ഒരു ഭർത്താവിന്റെ അടിമയായി അയാളുടെ ചൊരുപിടിച്ച മക്കൾക്ക് അമ്മയായി മാത്രം ജീവിക്കാൻ ഞാൻ തയ്യാറല്ല. വിഡ്ഢിത്തത്തിന് ഒരു അതിരുണ്ട്. ശരിയാണ്. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ എന്റെ ഡോക്ടറെ കാണും. ഈ വിഡ്ഢിത്തം ഇന്ന് തന്നെ ഞാൻ അവസാനിപ്പിക്കും. ഇല്ല, നീ ഡോക്ടറെ കാണില്ല, ഒന്നും നശിപ്പിക്കാനും പോകുന്നില്ല. നിങ്ങൾക്ക് എന്നെ തടയാൻ സാധ്യമല്ല. സാധിക്കും, ഞാൻ തടയും, തീർച്ച. നിങ്ങൾക്ക് എന്നോട് അശേഷം സ്നേഹമില്ല. ഞാൻ ഈ പ്രസവത്തിൽ മരിച്ചുപോയാൽ നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്കൊരു അച്ഛനായാൽ മാത്രം മതി. അല്ല, നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്, വളരെ വളരെ സ്നേഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ തടയുന്നത്. അബോർഷൻ അപകടകരമാണ്. പ്രസവം അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു? ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാം. കുഞ്ഞുണ്ടായാലും നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടായിരിക്കുമോ? കുഞ്ഞിനോടുള്ളതിനേക്കാളും എനിക്കാകെ ഉള്ളത് നീയാണ് രവി. എനിക്കാകെ വേണ്ടതും നീയാണ്. മക്കളൊക്കെ നീ കഴിഞ്ഞേ ഉള്ളൂ. എല്ലാ ആണുങ്ങൾക്കും ആമ്പിള്ളരെയാ ഇഷ്ടം. നിങ്ങൾക്കും മോനായിക്കോട്ടെ. മോനായാലും മോളായാലും എനിക്കൊരുപോലെയാ. വേണ്ട, ഈ സമയത്ത് സൂക്ഷിക്കണം. ഇല്ല, ഞാൻ ഡോക്ടറോട് ചോദിച്ചു. രവി, നീ ഒരിക്കലെങ്കിലും കുഞ്ഞിനെ എടുത്തിട്ടുണ്ടോ? അതിനാണല്ലോ അമ്മ ആയി വെച്ചിട്ടുള്ളത്. എന്തായി പോയ കാര്യം? ഓ, ഒരു രക്ഷയില്ല. എന്തു പറ്റി? അവർക്ക് രതിയുടെ നൃത്തം വേണ്ടെന്ന്. കാരണം വേറെ നല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളുണ്ടെന്ന്. ഇത് ഞാൻ പറഞ്ഞല്ലേ, അവർ പറഞ്ഞാണ്. പലരും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. നശിപ്പിച്ചു. നിങ്ങൾ എല്ലാവരും കൂടി എന്റെ ഭാവി നശിപ്പിച്ചു. രവി, കുഞ്ഞു കരയുന്നു, കുഞ്ഞിനെ എടുക്ക്. എനിക്ക് മനസ്സില്ല. ഈ കുട്ടി കാരണം എനിക്കൊരു പ്രോഗ്രാം കൂടി കിട്ടാതെ ആയിട്ടുണ്ട്. നശിച്ച കുട്ടി ഇതെന്നെ നശിപ്പിക്കാനാണ് ജനിച്ചത്. സോറി മിസ്റ്റർ നായർ, കമ്പനിയുടെ ഇന്നത്തെ സാഹചര്യത്തിൽ നിങ്ങളുടെ റിട്രജ്മെന്റ് അനിവാര്യമായി വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കുള്ള ഓർഡറാണ്. സോറി മിസ്റ്റർ. ഓക്കെ സാർ.